ഓക്കെ, വെരി ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പൊ നമുക്ക് ഇന്ന് അതിന്റെ ബാക്കി ഹിന്ദി സാഹിത്യ ഇതിഹാസ് നമ്മൾ ഏതൊക്കെ നോക്കിക്കഴിഞ്ഞു? ആദ്യ കാലഘട്ടം, പിന്നെ ഭക്തി കാലഘട്ടം, പിന്നെ രീതി കാലഘട്ടം, പിന്നീട് വന്നതാണ് ആധുനിക കാലഘട്ടം. അതിന് കുറെ സബ് ഡിവിഷൻ ഉണ്ട്, അതാണ് ഇപ്പൊ നോക്കുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ഭാരതേന്ദു യുഗ് നോക്കി, द्विवेदी युग युग നോക്കി, അതേപോലെ छायावादी युग നോക്കി. तो हमने ये तीनों वाद के बारे में, युग के बारे में पढ़ा है. ठीक है, तो आगे हम देखेंगे. आगे देखिए, प्रगतिवाद युग, प्रयोगवादी युग, नई कविता. आगे हम ये तीनों देखेंगे आज. ठीक है, तो प्रगतिवाद युग क्या है, प्रयोगवाद युग क्या है, हम ठीक है. പ്രഗതിവാദ് എന്ന് വെച്ചാല് എന്താ? പ്രഗതി എന്ന് വെച്ചാല് ഇംപ്രൂവ്മെന്റ്, പ്രോഗ്രസ്. ഓക്കെ, അപ്പൊ നമ്മളെ ഛായാവാദത്തില് ഒരു ഫാന്റസി ലൈഫായിരുന്നു, അല്ലെങ്കിൽ ഫാന്റസിക്കായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്ത്. ഓക്കെ, പ്രകൃതി ചിത്രണ്, കൽപ്പനക്ക്, അതൊക്കെയായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പൊ അതൊക്കെ മടുത്തു ആൾക്കാർക്ക്. വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് നമുക്ക് ഛായാവാദി കവിതകളിൽ നമുക്ക് കാണാം. ആരുടെ കവിതകളില്? നമുക്ക് പന്തിന്റെ കവിതകളിൽ കാണാം, പ്രസാദിന്റെ കവിതകളിൽ കാണാം, ജയശങ്കർ പ്രസാദിന്റെ, ഓക്കെ, നിരാലയുടെ, മഹാദേവി വർമ്മയുടെ കവിതകളിലൊക്കെ നമുക്ക് എന്തിന്റെ ഇൻഫ്ലുവൻസ് കാണാം? വെസ്റ്റേൺ കൺട്രിയുടെ ഇൻഫ്ലുവൻസ്. നമ്മള് പോയറ്റ് ഇല്ലിയത്ത്, നമ്മളെ വേർഡ്സ്വർത്ത്, അവരെ ഒക്കെ എന്താ കോപ്പി അടിച്ചു തന്നു. ഛായയാണ്, ഛായ എന്ന് വെച്ചാല് ഷാഡോ വന്നിട്ടുണ്ട് ഏത്? ഛായാവാദി യുഗത്തില്. അപ്പൊ ആ ഒരു കാലഘട്ടത്തില് കവിതകളിലെല്ലാം എന്തായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത? പ്രകൃതി സൗന്ദര്യത്തിനും പിന്നെ ഫാന്റസിക്കുമാണ്. അപ്പം ആൾക്കാർക്ക് അത് മടുത്തു തുടങ്ങി. ഓക്കെ, ഇതെന്താണ് എപ്പോഴും ഈ പ്രകൃതി വർണ്ണിച്ച് കേട്ട് മടുത്തപ്പം പിന്നീട് സൊസൈറ്റിയിൽ നടക്കുന്ന യഥാർത്ഥ കാര്യങ്ങളാണ് ഈ പ്രഗതിവാദ്, അല്ലെങ്കിൽ നമ്മൾ വേറൊരു പേരിൽ അറിയപ്പെടും മാർക്സ്വാദ്. മാർക്സ്വാദ് കേട്ടിട്ടില്ലേ? മാർക്സ്വാദ് എന്ന് വെച്ചാൽ എന്താ? പാവങ്ങൾക്ക് വേണ്ടി അവര് പ്രവർത്തിച്ച് അവരുടെ എന്താ നേട്ടങ്ങള്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഓരോരോ കാര്യം ചെയ്തു കൊടുക്കുക, നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക പാവങ്ങൾക്ക് വേണ്ടി. അതാണ് മാർക്സ്വാദ്. ठीक है, അപ്പൊ നമുക്ക് നോക്കാം അതിന്റെ ഡെഫിനിഷൻ. അപ്പം प्रगतिवाद एक राजनीतिक एवं सामाजिक शब्द है. प्रगति का शब्द का अर्थ है आगे बढ़ना അല്ലെ ഉന്നതി, അതിന്റെ ഡെവലപ്മെന്റ്. നമുക്ക് ഇത് മതി, എന്ത് മതി, ഇതൊക്കെ എന്താ പ്രകൃതി ചിത്രാണ്, അതൊക്കെ മതിയായി. അപ്പൊ ഇനി എന്താ വേണ്ടത്? നമുക്ക് ഇനി നാട്ടിന് വേണ്ടി നന്മ ചെയ്യാന്നുള്ള ഒരു മനോഭാവം വന്നു കഴിഞ്ഞു. നമ്മള് सोसाइटी के लिए प्रगतिवाद मार्क्सवाद है, तो साहित्य के लिए ये प्रगतिवाद बन गया. സൊസൈറ്റിയിൽ നമ്മൾ പറയുന്നത് മാർക്സ്വാദ് എന്നാണ്, സാഹിത്യത്തില് എന്താണ് ഈ കാലഘട്ടത്തിനെ പറയുന്നത്? പ്രഗതിവാദ്. അപ്പൊ പ്രഗതിവാദ് ഈസ് ഈക്വൽ ടു മാർക്സ്വാദ്. പ്രഗതിവാദ് തന്നെയാണ് മാർക്സ്വാദും. ഓക്കെ, ഛായാവാദോത്തർ യുഗിന്റെ ഒരു നവീൻ, ഒരു പുതിയ കാഴ്ചപ്പാടാണ് നമുക്ക് പ്രഗതിവാദില് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ പ്രകൃതി മാർക്സ്വാദം തന്നെ വിചാരിച്ചാൽ എന്തായിരിക്കും അതിന്റെ കവിതയുടെ വിഷയം? ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ ആ കാലഘട്ടം 1936 to 1956 എല്ലാം അതില് ചേഞ്ചസ് ഉണ്ട്, ഇതിൽ തെറ്റു വന്നതാണ്. ഓക്കെ, ആ ഫസ്റ്റ് നമ്മൾ ഇതിൽ കാണാം ഏതാണ്. ഓക്കെ, അതിൽ നമുക്ക് കാണാം उनकी प्रमुख कवि हैं केदार नाथ अग्रवाल, नागार्जुन, रामविलास शर्मा, रांगे राघव, शिव मंगल सिंह सुमन, ചിത്ര ത്രിലോചൻ ആദി. അപ്പൊ ആ കാലഘട്ടത്തില് അപ്പൊ ഇവരൊക്കെ സൊസൈറ്റിക്ക് വേണ്ടി, സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെതിരെ അല്ലെങ്കിൽ പാവങ്ങളെ പറ്റിയിട്ടാണ് കൂടുതൽ കവിതകൾ എഴുതിയത്. ഓക്കെ, ആരൊക്കെയാണ്? കേദാർനാഥ് അഗ്രവാൾ, നാഗാർജുന. അപ്പൊ രണ്ടു മൂന്നാളെ പേര് ഓർത്തു വെക്കണം, ഇവരെ കവിതകൾ നമുക്ക് പഠിക്കാനും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകൃതിവാद काव्यधारा का मूल आधार मार्क्सवादी दर्शन है, पर यह मार्क्सवाद का साहित्य रूपांतर मात्र नहीं. അത് മാത്രമല്ല, അതിന്റെ കൂടെ പ്രകൃതിവാദി ആന്തോളൻ की पहचान जीवन और जगत के प्रति नए ദൃഷ്ടികോണാണ്. അത് മാത്രമല്ല, മാർക്സ്വാദ് മാത്രമല്ല, എന്താ പുതിയ കാഴ്ചപ്പാട്, എങ്ങനെ ജീവിതത്തിനോടും പിന്നെ എന്താ ജഗത്തിനോടും ഈ വേൾഡിനോടും ഉള്ള ഒരു പുതിയ കാഴ്ചപ്പാടാണെന്ന് പറയാണ്.
പിന്നെ ആ കാലഘട്ടത്തിലെ കവിതകളുടെ വിശേഷത. काव्य की विशेषताएं क्या क्या है? सामाजिक और यथार्थवाद, യഥാർത്ഥത്തില് ഉള്ള ചിത്രണം. പ്രകൃതിക്ക് പ്രതി ലഗാവ്, ഓക്കെ, പ്രകൃതിയോട് എന്താ സ്നേഹമുണ്ട്. അത് എങ്ങനെയാണ് അതിനെ വർണ്ണിച്ചെഴുതല്ല. പ്രകൃതിനെ സംരക്ഷിക്കുക, അതിനെ ചൂഷണം ചെയ്യാൻ പാടില്ല, ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതില് പ്രകൃതിവാദില് പറയുന്നത്. നാരി പ്രേം, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഈ വാതില് അല്ലെ ഈ കാലഘട്ടത്തില് നടന്നിട്ടുണ്ട്. രാഷ്ട്രീയത, നാഷണലിന് വേണ്ടിയിട്ട്, നാഷന് വേണ്ടിയിട്ട് നടന്ന കാര്യങ്ങൾ. സാമ്പ്രദായികത വിരോധം, ഈ ജാതിപരമായിട്ടുള്ള പ്രശ്നങ്ങള്, ഓക്കെ, അതിനൊക്കെ എതിരായിട്ട് ഒരു നല്ലൊരു ബ്രദർലിഹുഡ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കവിതകളും എഴുതിയിട്ടുണ്ട്. ജനതാ കി ഭാഷാമേ ജനതാ കി ബാത്തേം, അപ്പൊ ഈസി ആയിട്ടുള്ള ലാംഗ്വേജ് അല്ലെ, എന്താ നല്ല ടഫ് ആയിട്ടുള്ള വേർഡ്സ് ഒന്നും യൂസ് ചെയ്യാണ്ട് നമുക്ക് സാധാരണ ആൾക്കാർക്ക് പോലും കവിത വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള ഭാഷകളിൽ കവിത എഴുതാൻ തുടങ്ങി. മുക്ത ചന്തോ കാ പ്രയോഗ്, മുക്ത കാവ്യരൂപ് കാ പ്രയോഗ്, ഈ ചന്തങ്ങളും അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് എന്താ പ്രകൃതിവാദി കാവ്യ കി വിശേഷതായും. ഇത് ഒക്കെ ഉണ്ട് ഏത് ഈ പ്രകൃതിവാദി കവിതയില് നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം പ്രയോഗവാദ്. പ്രയോഗ് എന്ന് വെച്ചാല് ഒരു എക്സ്പെരിമെന്റ് ആണ്. ഒരു അത് ഓക്കെ, പ്രകൃതിവാദ് കഴിഞ്ഞു. അപ്പം നമുക്ക് ഒരു നമുക്ക് പുതിയ രീതിയിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് വിചാരിച്ച് ആൾക്കാർ തുടങ്ങിയതാണ് എന്ത്, പ്രയോഗവാദി കാവ്യധാര. ഓക്കെ, പ്രയോഗവാദം എന്ന് വെച്ചാൽ പുതിയ എക്സ്പെരിമെന്റ്. ഓക്കെ, പ്രകൃതിവാദം എന്ന് വെച്ചാൽ എന്തായിരുന്നു, മാർക്സ്വാദായിരുന്നു. പ്രയോഗവാദം എന്ന് വെച്ചാല് അതിൽ നിന്നും പുതിയത്. ഓക്കെ, പ്രയോഗവാദി കാവ്യധാരയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ് അഗ്യയ്, ഗിർജ കുമാർ മാഥുർ, മുക്തിബോധ്, ഭവാനി പ്രസാദ് മിശ്ര. ഓക്കെ, അപ്പം അഗ്യയ് ആണ് പ്രയോഗവാദിന് തുടക്കം കുറിച്ചത്. അഗ്യയ് താരസപ്തക് എന്ന് പറഞ്ഞ ഒരു ഒരു എന്താ പറയാ ഒരു പ്രവൃത്തിയാണ്. താരസപ്തക് എന്ന് പറഞ്ഞാൽ ഒരു കമ്മിറ്റിയാണ് താരസപ്തക്. ഓക്കെ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ദോസ് ആർ റൈറ്റിംഗ് പോയിന്റ്സ്. അപ്പം ആ ഒരു ഗ്രൂപ്പിന്റെ പേരാണ് താരസപ്തക്. കുറെ ആൾക്കാർ കൂടി ഉള്ള ഒരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിന്റെ നേതാവായിരുന്നു ആര്, അഗ്യയ്. അപ്പൊ ഇത് ചോദിക്കും, താരസപ്തക് കാ പ്രവർത്തക് കോൻ ഹെ? താരസപ്തക് കാ പ്രവർത്തക് ഹെ അഗ്യയ്. ഓക്കെ, അങ്ങനെ ആ താരസപ്തകിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. താരസപ്തക് ദൂസറ താരസപ്തക്, തീസറ താരസപ്തക് और 14 താരസപ്തക് भी है. അതില് പെടുന്ന കവികള് നമ്മളിപ്പം ഉള്ള കവികളാണ് വരിക. ഓക്കെ, അപ്പൊ താരസപ്തക് കാ പ്രവർത്തക് കോൻ ഹെ? അഗ്യയ്. പ്രയോഗവാദ की വിശേഷതായും കാവ്യ की വിശേഷതായും. അപ്പൊ അതില് കവിതയില് എന്തൊക്കെ കാര്യങ്ങളാണ് അവര് ചേർത്തിട്ടുള്ളത്? അഹം വാദി വ്യക്തിത്വ, മേ എന്ന പ്രയോഗം അല്ലെ, മേ എന്ന പ്രയോഗം അതിൽ കൊണ്ടുവന്നു. നഗ്ന യഥാർത്ഥ വർണ്ണൻ, എല്ലാം യഥാർത്ഥ വർണ്ണ കവിതയില് കൊണ്ടുവന്നു. അതിഭൗതികതാവാദ്, ഉപമാനവും കി നവീനത, പുതിയ പുതിയ ഉപമാനങ്ങൾ ഉപയോഗിച്ചു. നിരാശാവാദ്, എല്ലാ കാര്യങ്ങളും നിരാശാവാദിനെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ട്. സാമാന്യ വിഷയവും കോ മഹത്വ, സാധാരണ വിഷയങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. അലങ്കാർ ചന്ദ് വിധാൻ ഓർ ഭാഷയിലും മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഉപമാനവും കാ പ്രयोग. प्रयोगवादी कवियों ने पुराने एवं प्रचलित उपमानों के स्थान पर नई उपमानों का प्रयोग किया है. പുതിയ രീതികള്, അപ്പൊ രീതി കാലഘട്ടത്തിൽ നമ്മൾ കുറെ ചന്തങ്ങളും എന്താ അലങ്കാരങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ മാറ്റി വെച്ച് പുതിയ രീതിയിൽ പ്രയോഗിക്കാൻ തുടങ്ങി. പ്രേം ഭാവനാക്ക കുലാ ചിത്രാൻ, ആദ്യം അങ്ങനെ കുറെ ഒളിച്ചും പാത്തുള്ള കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ഇപ്പം അതിന്റെ അശ്ലീലതാക്ക സമാവേശ് കർ ദിയാ ഹെ, എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ തുടങ്ങി. അങ്ങനെ ഇന്നേ കാര്യങ്ങൾ മറച്ചു വെക്കണ്ടെന്ന് തോന്നിയിട്ടില്ല. ഈ കാലഘട്ടത്തിൽ എല്ലാം തുറന്നു പറയാൻ തുടങ്ങി. ബുദ്ധിവാദി की പ്രധാനത, പ്രകൃതിവാദി കവിയോനെ ബുദ്ധിതത്വ കോ അധിക് പ്രധാനത ദി, ബുദ്ധിതത്വത്തിന് അധിക മഹത്വം കൊടുത്തു. അതാണ് ഭൗതിക് ഇതിൽ പറയുന്നത്. നമ്മൾ ഇതിൽ പറഞ്ഞില്ലേ അതിഭൗതികത മീൻസ് അധിക്
ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. നിരാശാവാദ് കി പ്രധാനത, മനക്ക് നിരാശ, കുണ്ട, ഹതാശ് എല്ലാത്തിനെ പറ്റി വർണ്ണിച്ചു. ലഘു മാനവവാദ് കി പ്രതിഷ്ഠ, എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ഈക്വൽ ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തു. അത് പാവപ്പെട്ടെന്നില്ല, പണക്കാരെന്നില്ല. അഹം കി പ്രധാനത, ഫ്രോയിഡ് കെ വിശ്ലേഷൺ സെ പ്രഭാവിത്, എന്താ സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. രൂഢിയോ കെ പ്രതി വിദ്രോഹ്, പഴയ രീതികളെ എല്ലാം എതിർത്തിട്ടും ഉണ്ട്. ചന്ദ് മുക്തോ കാ പ്രയോഗ് നമ്മൾ നേരത്തെ നോക്കി. വ്യംഗ്യോ കി പ്രധാനത, അതേപോലെ കളിയാക്കിക്കൊണ്ട് സമൂഹത്തിൽ ഉണ്ടാകുന്ന പല വിഷയങ്ങളും കളിയാക്കിക്കൊണ്ട് കവിതകൾ എഴുതാൻ തുടങ്ങി. കവിതകൾ മാത്രമല്ല, ആ കാലഘട്ടത്തിലെ ഉപന്യാസങ്ങളിലും കഥകളിലും ഒക്കെ ഈ വ്യംഗ്യം നമുക്ക് കാണപ്പെടാം. ഓക്കെ, ആ കാലഘട്ടത്തിലെ രചനാകാരും രചനകളുമാണ്. അഗ്ഗേയിന്റെ രചനയാണ് ഹരിദാസ് പർ ക്ഷണഭർ. സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. എന്താ പല നല്ല നല്ല പുരസ്കാരങ്ങളും ആർക്ക് കിട്ടിയിട്ടുണ്ട്? അഗ്ഗേയിന് കിട്ടിയിട്ടുണ്ട്. മുക്തിബോധ് പ്രയോഗവാദിലെ ഒരു പ്രശസ്തമായ കവിയാണ്. ധർമ്മവീർ ഭാരതി, സർവേശ്വർ ദയാൽ സക്സേന. നേരെ രചനകളൊന്നും ഓർത്തു വെക്കണ്ട, ജസ്റ്റ് ആ കാലഘട്ടത്തിലെ കവികളെ പരിചയപ്പെടുത്തുകയാണ്. നരേഷ് മെഹ്ത, ഗിരിജ കുമാർ മാഥുർ, ഭരത് ഭൂഷൺ അഗ്രവാൾ. ഓക്കെ, അപ്പൊ ഇത് ഇവരുടെ ഒക്കെ കവിതകള് ഈ സംശയ കി രാതിന്റെ ഉള്ളിൽ തന്നെ ഇഷ്ടം പോലെ സബ് ഹെഡിങ് ആയിട്ടുള്ള കവിതകൾ ഉണ്ടാവും. ഓക്കെ, അത് ഏതെങ്കിലും ഒന്നായിരിക്കും നമുക്ക് പഠിക്കാനുള്ളത്. അല്ലെ ഗിരിജ കുമാർ മാഥൂറിന്റെ, അത് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക പേര്. ഇനി അടുത്ത നമുക്ക് നോക്കാം നെയ് കവിത. നെയ് കവിത, അപ്പൊ നെയ് കവിത എന്നൊക്കെ പറയുന്നത് ഈ ഒരു കാലഘട്ടമാണ്. നമുക്ക് ഏത് വിഷയത്തെ പറ്റിയിട്ടും, അങ്ങനെ ഒരു പെർട്ടിക്കുലർ വിഷയമൊന്നുമില്ല, ഏത് വിഷയത്തെ പറ്റിയിട്ടും ഇപ്പൊ പെട്ടെന്ന് നമ്മൾ ക്ഷണികമായിട്ട് കവിതകളെല്ലാം ഇൻസ്റ്റന്റ് കവിത എന്നൊക്കെ പറയില്ലേ, ഇൻസ്റ്റന്റ് പോയം, പെട്ടെന്ന് ഉണ്ടാക്കുന്ന കവിതകള്, അതൊക്കെ ഇതിന്റെ ഉള്ളിൽ വരുന്നതാണ്, നെയ് കവിതയിൽ വരുന്നതാണ്. അപ്പൊ നോക്കാം നെയ് കവിത. നെയ് കവിത 1950 के बाद के कविता का नया रूप शुरू हुआ है. 1950 ശേഷമുള്ള കവിതകളെ നമ്മൾ എല്ലാം നെയ് കവിത എന്ന് വിളിക്കും. പ്രയോഗവാദി കവിത की विकास होकर नई कविता कहलाती है. പ്രയോഗവാദം നിന്ന് കുറച്ചും കൂടി മാറ്റങ്ങൾ വരുത്തി ഉണ്ടാക്കിയ കവിതകളാണ് നെയ് കവിത എന്ന് വിളിക്കുന്നത്. ഓക്കെ, കിസി പ്രകാർ കെ വാദ്, ഒരു ഛായാവാദ് എന്നെല്ലാം കേട്ടില്ലേ, ഛായാവാദ്, പ്രഗതിവാദ്, അതൊന്നും വാദങ്ങളൊന്നും ഇതിൻ്റെ അകത്തില്ല. മുക്താണ്, ഫുള്ളും ഫ്രീ ആയിട്ട് ഏത് വിഷയത്തിലും നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ പ്രകൃതി വാദില് നമുക്ക് പ്രകൃതിവാദിന് വേറൊരു പേരും കൂടിയുണ്ട്, പ്രകൃതിശീല്. ഓക്കെ, പ്രകൃതിശീല്. അപ്പൊ അതിലൊക്കെ എന്താ, ഒന്നിനാണ് കൂടുതൽ ഫോക്കസ് കൊടുത്തത്. പ്രകൃതിശീലിൽ എന്ന് പറയുമ്പോൾ മാർക്സ്വാദിനാണ്, പ്രയോഗവാദിലാണെങ്കിൽ യഥാർത്ഥ ചിത്രാണ്. ഓക്കെ, അപ്പൊ ഇതില് ആ വാദങ്ങളൊന്നും ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് ഏത് വിഷയവും സെലക്ട് ചെയ്യാം. ഓക്കെ, ഈ കാലഘട്ടത്തില്, ഇപ്പൊ നമ്മൾ ഉള്ള കാലഘട്ടം, നെയ് കവിത की विषय वस्तु मात्र चमत्कार न होकर एक भोगा हुआ यथार्थ जीवन है. നെയ് കവിത പരിസ്ഥിതിയോं की उपज है. ആ ഈ നെയ് കവിതയുടെ വിശേഷത ഏതൊക്കെയാണ്? ലഘുമാനവ, അത് കഴിഞ്ഞതില് നമ്മൾ നോക്കിയതാ, പ്രയോഗവാദത്തിലെ അത് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ലഘുമാനവതാക്കി പ്രതിഷ്ഠ, സാധാരണക്കാര് പോലും നമ്മൾ കവിതയുടെ വിഷയമാക്കി മാറ്റുന്നു. പ്രയോഗം നവീനത, പല പുതിയ ശില്പവിധാനങ്ങൾ പ്രയോഗിക്കുക. ക്ഷണവാദുക്കോ മഹത്വ, പെട്ടെന്നുണ്ടാക്കുന്ന കവിതകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അനുഭൂതിയോ കാ വാസ്തവിക് ചിത്രൺ, എല്ലാ മനസ്സിൽ എന്താണോ ഉള്ളത്, അല്ലെ സൊസൈറ്റിയിൽ എന്താണോ, സച്ചായി കെ സാത്ത് ചിത്രൺ കിയാ ഗയാ ഹെ. പിന്നെ കുണ്ട, സന്ത്രാസ്, മുക്തിബോധ്, മൃത്യുബോധ്. അപ്പൊ ഇതേ വിഷയത്തെ പറ്റിയിട്ടൊക്കെ കവിതകള് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ചില ആൾക്കാര് അയ്യോ അത് ട്രാജഡിയാണ്, അല്ലെങ്കിൽ സങ്കടമുള്ള പോയം ഒന്നും എഴുതണ്ട എന്നൊക്കെ വിചാരിക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, എല്ലാ വിഷയത്തെ പറ്റിയിട്ടും കവിതകൾ എഴുതുന്നുണ്ട്. അപ്പൊ കുണ്ടാന്ന് വെച്ചാല് ഒരു ടെൻഷൻ കാര്യങ്ങള്, സന്ത്രാസ് സ്ട്രെസ്, മൃത്യുബോധം എന്ന് വെച്ചാല് മരണ ഭയം. ബിംബവിധാൻ, ബിംബങ്ങള്, അപ്പൊ ബിംബങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങി.
അപ്പൊ നമ്മള് ഇത് ഈ ബിംബങ്ങൾ പ്രയോഗിച്ചിട്ടുള്ള കവിതകളാണ് നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളത്. ബിംബങ്ങൾ എന്ന് വെച്ചാല് പ്രതീകമായിട്ട് എടുക്കുക. അപ്പൊ ഇപ്പൊ നമ്മള് ലവിന്റെ ഒരു സൈൻ അല്ലെ സിമ്പിൾ എന്ന് പറയുന്നത് ഒരു റോസ് പൂവാണ്. ഓക്കെ, അതേപോലെ എല്ലാത്തിനും ഒരു നമ്മള് നല്ല ഒരു സുന്ദരമായ മുഖത്തിന്റെ ഒരു നമ്മൾ പ്രതീകമായിട്ട് എടുക്കുന്നത് ചിലപ്പം ചന്ദ്രനെ ആയിരിക്കും കവിതയിൽ. ഓക്കെ, ശരിക്കും ചന്ദ്രന് ഇഷ്ടംപോലെ ആൻഡ്രോയിഡ്സ് കുറെ കുഴികളൊക്കെ ഉണ്ട്. അപ്പൊ ശരിക്കും ആൾക്കാർ ചന്ദ്രനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എന്താ റിലേറ്റ് ചെയ്ത് പറയൂല. പക്ഷെ എങ്കിൽ ആ പണ്ട് കാലത്ത് അതൊക്കെ ബിംബമായിട്ട് എടുത്തിട്ടുണ്ട്. അത് ഇപ്പോഴും തുടർന്ന് വരികയാണ്. വ്യംഗ്യപ്രധാൻ രചനായേ ഹെ. ഇസ് കാൽ മേ ഇത് നമ്മള് പ്രയോഗവാദിൽ കണ്ട പോലെ തന്നെ ഈ കവിതയിലും ഇഷ്ടംപോലെ എന്താ സാഹചര്യങ്ങള് നമ്മള് സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും കളിയാക്കിക്കൊണ്ട് കവിതകള് എഴുതിയിട്ടുണ്ട്. അപ്പം ഷോർട്ട് ആക്കിയിട്ട് പറയാണ് അതി യഥാർത്ഥത നെയ് കവിത की कुछ अन्य विशेषताएं हैं. अति यथार्थता, पलायन की प्रवृत्ति, वैयक्तिकता, നിരാശാവാദ്, ഭൗതികത, ഇതൊക്കെയാണ് ഷോർട്ടായിട്ട് നമുക്ക് നെയ് കവിതാക്കി വിശേഷത എന്ന രൂപത്തിൽ പറയാൻ പറ്റുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞു നമ്മളുടെ ഈ ഒരു സെക്ഷൻ. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സെക്ഷൻ ഇതോടെ കഴിയാണ്. അപ്പൊ ഏകദേശം മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ആദ്യം എന്താണ് ഹിന്ദി സാഹിത്യക്ക് ഇതിഹാസില് എത്ര മെയിൻ ആയിട്ട് എത്ര കാലഘട്ടം ഉണ്ട്? 4 കാലഘട്ടമാണ്. ആദികാൽ, പിന്നെ ഭക്തികാൽ, പിന്നെ രീതികാൽ, ആധുനിക് കാൽ. അപ്പൊ ആധുനിക് കാലഘട്ടത്തില് വീണ്ടും എത്ര തിരിച്ചിട്ടുണ്ട്? ഭാരതേന്ദു യുഗ്, ദ്വിവേദി യുഗ്, ഛായാവാദി യുഗ്, പിന്നെ പ്രഗതിവാദി യുഗ്, പ്രയോഗവാദി യുഗ്, എത്ര നെയ് കവിത. അപ്പൊ 6 ആയിട്ട് വീണ്ടും അതിനെ സബ് ഹെഡിങ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പഠിക്കാനുള്ള ഈസിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ആധുനിക കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? നമ്മളുടെ സമൂഹത്തിൽ നടക്കുന്ന യഥാർത്ഥ ചിത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷെ ചില കാലഘട്ടങ്ങളിൽ ഒരു വിഷയത്തിൽ മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഭാരതേന്ദു കാലഘട്ടത്തിലായിക്കോട്ടെ, ദ്വിവേദി കാലഘട്ടത്തില്, അല്ലെങ്കിൽ പ്രയോഗവാദ്, പ്രഗതിവാദ്, അതൊക്കെ ഓരോരോ വിഷയത്തിലാണ് ഇമ്പോർട്ടൻസ് ഫോക്കസ് ചെയ്തത്, കൂടുതൽ ഫോക്കസ് ചെയ്തത്. എല്ലാ വിഷയത്തെ പറ്റി എഴുതിയിട്ടുണ്ട്, പക്ഷെ കൂടുതൽ ഫോക്കസ് ചെയ്തത് ഓരോ വിഷയത്തെ പറ്റിയിട്ടാണ്. നെയ് കവിതയില് വരുമ്പോഴേക്ക് ഏകദേശം എല്ലാ വിഷയത്തെ പറ്റിയിട്ടും ആദ്യ കാലഘട്ടത്തിലെ വീര സാഹിത്യത്തെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താ ഫ്രീഡം ഫൈറ്റേഴ്സിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഭക്തിനെ പറ്റി ഇതിൽ പറയുന്നുണ്ട്. രീതികാലത്തിന് ശൃംഗാരത്തെ പറ്റി ഇതിൽ പറയുന്നുണ്ട്. എല്ലാത്തിന്റെയും മറ്റേ വെസ്റ്റേൺ ഇൻഫ്ലുവൻസ്, നമുക്ക് റൊമാൻറ്റിസം അല്ലെങ്കിൽ ഫാന്റസി ഒക്കെ ഇതിൽ നമുക്ക് കാണാം. ഇന്നേ വിഷയം മാത്രമേ ചൂസ് ചെയ്യാവൂ അങ്ങനെ ഒന്നും ഈ കാലഘട്ടത്തിലുള്ള കവിതകളിൽ നമുക്ക് കാണാൻ പറ്റില്ല. എല്ലാ വിഷയത്തെ പറ്റിയിട്ടും ഈ കാലഘട്ടത്തില് കവിതയില് നമുക്ക് ഏത് വിഷയവും, അത് ഇപ്പൊ ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് പറയുന്നില്ലേ, ചിലപ്പോ ഉപ്പിനെ പറ്റിയിട്ടായിരിക്കും കവിത എഴുതുക, അല്ലെങ്കിൽ ഒരു സാധാരണ നമ്മളുടെ മനോഭാവത്തെ പറ്റിയിട്ടായിരിക്കും കവിതകള് എഴുതുക. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ നോട്ട്സ് ജസ്റ്റ് നാളെ ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ട് കൊണ്ടുവരും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ അത് എനിക്ക് നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട് തരിക. ഞാൻ ഇത് ഫസ്റ്റ് തൊട്ടിട്ട് ഈ കവിത വരെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നാളെ ഇതിൽ ഷെയർ ചെയ്യും. അത് നിങ്ങൾ ഒരു ടൈം തരൂ, അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആ ടൈമിന്റെ ഉള്ളിൽ അത് നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുക. ഓക്കെ, അതിന് മാർക്ക് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇനി ഇന്റേണൽ എക്സാമോ അല്ലെങ്കിൽ അസൈൻമെന്റ് ഒന്നും കൊണ്ടുതരാനോ വെക്കാനോ പറ്റൂല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അസസ്മെന്റ് ചെയ്തിട്ടാണ് മാർക്സ് ഇടുക. ഓക്കെ, താങ്ക് യു.